പള്ളിയില്ലാത്ത മാസുവ ഗ്രാമത്തിൽ ആദ്യം കുർബാന അർപ്പിച്ച ദിവസം 2 വർഷം മുൻപ് ജൂലൈ 3-ാം തീയതി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദേവാലയം ഇവിടെ ഉയരുമ്പോൾ അത് മാർത്തോമാശ്ലീഹായുടെ നാമത്തിലാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഇടയനില്ലാത്ത ആടുകളെ പോലെ ഒരു പള്ളിക്കായി ദാഹിക്കുന്ന കുറച്ചുപേർ ആ ഗ്രാമത്തിലുണ്ട്. ഈ വർഷം ജൂലൈ മാസത്തിൽ പള്ളിപ്പണിക്ക് വേണ്ട സഹായ വാഗ്ദാനം ലഭിച്ചപ്പോൾ ഗ്രാമവാസികളും ഉഷാറായി. ഒരു ഇടയനും ഒരാട്ടിൻപറ്റവും ഈശോയുടെ സ്വപ്നമായിരുന്നല്ലോ. നിർഭാഗ്യവശാൽ ആ സ്വപ്നം തല്ലി തകർക്കുന്നത് യുദാസിനെ പോലെ അവനെ പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്നവർ തന്നെയല്ലേ. യേശുനാഥനെ കുരിശിൽ തറച്ചതിന് ശേഷം ചിലർ അവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു. അന്നത്തെ സൈനികരുടെ പിൻഗാമികൾ ഇന്നും ഈ ഭാഗം വയ്ക്കൽ തുടരുന്നുണ്ട്. ഇന്ന് സഭാ ശരീരത്തെ വെട്ടിമുറിച്ച് രസിക്കുന്നവർ സഭയ്ക്ക് അകത്തു നിന്നുള്ളവർ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമായി അറിയപ്പെടുന്ന തിരുസഭയെ മുറിച്ച് കഷ്ണങ്ങളാക്കുന്ന പ്രക്രിയയ്ക്ക് ആക്കം കൂടുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. സഭയെ വെട്ടിമുറിക്കുമ്പോൾ നാം നമ്മെ തന്നെ വെട്ടിമുറിക്കുന്നു. വ്യക്തമായി പറഞ്ഞാൽ ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന വിഡ്ഢികളാവുകയാണ് നാം. നിർഭാഗ്യവശാൽ ഒരാട്ടിൻപറ്റമായി ഒരുമയോടെ പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങേണ്ട നാം ഇരിക്കുന്ന കമ്പ് സ്വയം മുറിച്ച് തായ്തടിയായി ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് തീയിലെറിയപ്പെടേണ്ട ഉണക്ക കമ്പുകളായി തീരുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ മുറിക്കപ്പെടുന്ന പല്ലിയുടെ വാൽ പോലെ മുറിക്കപ്പെട്ട കൊച്ചു കൊച്ചു സഭാ കഷ്ണങ്ങൾ ആയിരക്കണക്കിനുണ്ടല്ലോ. എന്തിനു വേണ്ടിയാണ് ഈ വെട്ടിമുറിക്കൽ? ജൂലൈ മാസത്തിലെ 3-ാം ഞായറാഴ്ച ശ്രവിച്ച വിശുദ്ധ പൗലോസ്ലീഹയുടെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ പേരിൽ പാരമ്പര്യത്തിൻ്റെ പേരിൽ തങ്ങളാണ് വലുത് എന്ന് അവകാശപ്പെടാൻ നാം മലയാളികൾക്കോ ഇവിടെ മലയാസികൾക്കോ അർഹതയില്ലെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവജനമായി കണക്കാക്കപ്പെട്ട ജൂതർ നമ്മളെ വെറും വിജാതീയരായി കണക്കാക്കി തള്ളിയിരുന്നു. എന്നാൽ ഈശോനാഥൻ ഇരു കൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ വെട്ടിമുറിക്കലുകൾക്കും പിളർപ്പുകൾക്കും കാരണം മനുഷ്യൻ്റെ സ്വാർത്ഥതയും പരസ്പര സ്നേഹത്തിൻ്റെ അഭാവവുമാണ്. സ്നേഹത്തിൻ്റെ അഭാവം എന്ന് വെച്ചാൽ ദൈവസാന്നിധ്യത്തിൻ്റെ അഭാവമാണ്. ഈ അഭാവം സഭയിൽ മാത്രമല്ല, രാജ്യങ്ങളിലും അയൽക്കാരിലും കുടുംബങ്ങളിലും കലഹിക്കാനും ഭിന്നിക്കുവാനും അവസരമുണ്ടാക്കുന്നു. യേശുനാഥൻ നല്ല ഇടയനാണ്. ഇടയനില്ലാത്ത ആടുകളുടെ അനുകമ്പയുള്ളവനാണ്. ഒരേ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഭിന്നിക്കുന്നവരും ഭിന്നതയ്ക്ക് ആഹ്വാനം ചെയ്യുന്നവരും ഇടയൻ്റെ സ്വരമല്ല കേൾക്കുന്നത്. അവരുടെ ശക്തി സ്രോതസ് വേറെയാണ്. അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നല്ല ഇടയൻ്റെ സ്നേഹവും ത്യാഗമനസ്ഥിതിയും പിന്തുടർന്ന് മക്കളുടെ അവകാശവും അനുഗ്രഹവും നമുക്കും സ്വന്തമാക്കാം. തോമാശ്ലീഹ നമുക്കായി ദൈവത്തിനു മുൻപിൽ മധ്യസ്ഥം വഹിക്കട്ടെ. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.